Good morning, my dear students. Today, we will discuss a new topic that is computation of labor cost. അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് വേജ് പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് വേജ് പേയ്മെൻറ്റിൽ പഠിക്കാനുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. സോ മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ്. രണ്ട് ടൈപ്പായിട്ടാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിലൊന്ന് ടൈം റേറ്റ് സിസ്റ്റവും ഒന്ന് പീസ് റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? When wages are calculated on the basis of time worked irrespective of the quality. എത്രത്തോളം ടൈമാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്, ആ ടൈമിനനുസരിച്ച് വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ടൈം വേജ് സിസ്റ്റം. സോ ദസ് ദ ടൈം wages are calculated by multiplying the time spent by the predetermined rate of wages. That is, wage is equal to time spent into rate per unit of time, T into R. That is, T represent the time spent in hours and R represent the rate per hour. അങ്ങനെയാണ്. സോ ടൈം വേജ് സിസ്റ്റം ഈസ് ദ ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോസ്റ്റ് സിമ്പിൾ ആൻഡ് കോമൺ മെത്തേഡ്. അണ്ടർ ദിസ് ടൈം വേജ് സിസ്റ്റം വേജസ് ആർ പെയ്ഡ് ടു വർക്കേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ദേ വർക്ക്. സോ വേജസ് കാൽക്കുലേറ്റഡ് എങ്ങനെയാണ്? ഏർണിങ്സ് ഇസ് ഈക്വൽ ടു അവേഴ്സ് വർക്ക്ഡ് ഇൻ ടു റേറ്റ് പെർ അവർ. സോ എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ടൈം വേജ് സിസ്റ്റം ആപ്ലിക്കബിൾ ആവുന്നത്? ഒന്നാമത്തത്, എവിടെയാണോ വർക്ക് മെഷർ ചെയ്യാത്തത് അവിടെ മാത്രമാണ് നമുക്ക് ഈ ടൈം വേജ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ വേർ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി. ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി അല്ല എന്നുള്ളത്. അതായത് ഓഫീസ് വർക്കുകൾക്കൊക്കെ കൂടുതൽ സ്യൂട്ടബിൾ ടൈം വേജ് സിസ്റ്റം ആണ് റാദർ ദാൻ പീസ് റേറ്റ് സിസ്റ്റം. കാരണം പെർ പ്രോഡക്റ്റ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്, അവിടെ ക്വാളിറ്റിയാണ് ഉപയോഗിക്കുന്നത്. വേർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ, അതായത് സൂപ്പർവിഷൻ പോസിബിൾ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ ടൈം വേജ് സിസ്റ്റം നടക്കത്തുള്ളൂ. ദെൻ വേർ പവർ സ്റ്റോപ്പേജ്, മെഷീൻ ബ്രേക്ക് ഡൗൺ അതൊക്കെ ഫ്രീക്വന്റ് ആണെങ്കിൽ നമുക്ക് ടൈം വേജ് സിസ്റ്റം അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ വേർ വർക്ക് ഈസ് ഡൺ ത്രൂ ഡിഫറെന്റ് ഓപ്പറേഷൻസ്, വേർ ദ വർക്ക് റിക്വയർസ് ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ. ഇതെല്ലാം തന്നെ ഏത് തരം സിസ്റ്റം ഉപയോഗിക്കാം? റെമ്യൂണറേഷന് ടൈം വേജ് സിസ്റ്റം ഉപയോഗിക്കാം. സോ എല്ലാ വേജ് സിസ്റ്റം ബേസിക് നീഡ് ഓഫ് ദ എംപ്ലോയീസ് ഫോർ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, റീസണബിൾ കോമ്പൻസേഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ടൈം ബേസ്ഡ് വേജ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ആൻഡ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആണ്. സോ ഈസിയും സിമ്പിളുമാണ്. And every worker is guaranteed a minimum wage irrespective of the efficiency. Then quality of the production is generally maintained because workers do not work in a hurry. Defective products and breakage of tools are minimum. It is suitable to beginners and learners. Disadvantages of the time wage system. The time rate method has the following disadvantages. It does not provide any incentive to work hard. It ignores the efficiency of workers. Idle time is more. It requires close supervision. അല്ലെങ്കിൽ വർക്കേഴ്സ് ടെൻ ടു വർക്ക് സ്ലോ. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ടൈം വേജ് സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്? ദാറ്റ് ഈസ് പീസ് വേജ് സിസ്റ്റം. പീസ് ബേസ്ഡ് വേജ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വർക്കേഴ്സ്. Thus, in this case, wages are determined on the basis of the quantity of the work done. Time spent on production or on jobs is not considered. Rate per unit is fixed and workers are paid for the total units produced. This system is also known as payment by result. So earnings calculate ചെയ്യുന്നത് എങ്ങനെയാ? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പീസ് റേറ്റ് ആണ് എന്ത്? പീസ് വേജ് സിസ്റ്റത്തിൽ. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേജ് റേറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് സം യൂണിറ്റ് ഓഫ് ടൈം. അതായത് അവർ വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ടൈം റേറ്റ് സിസ്റ്റവും നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു വൺ പീസ് റേറ്റ് പീസ് വേജ് സിസ്റ്റമാണ്. സോ അതാണ് അതിൻ്റെ ഡിഫറൻസസ്. ദെൻ പീസ് റേറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്ന് നോക്കാം. വെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ഡിറ്റർമൈൻ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ പീസ് റേറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്, വേർ ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻ കേസ് ഓഫ് ഔട്ട് വർക്കേഴ്സ്, വെൻ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, വേർ ഔട്ട്പുട്ട് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. ഇതെല്ലാം സ്യൂട്ടബിൾ ടു പീസ് വേജ് സിസ്റ്റം ആണ്. Then piece rate method has the following advantages. It is simple and easily understood by workers.
labor cost per unit or job is easily determined. ലെസ് സൂപ്പർവിഷൻ റിക്വയർഡ് ചെയ്ത സ്ഥലത്ത്, ഐഡിൽ ടൈം മിനിമം ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പീസ് വേജ് സിസ്റ്റം ഉപയോഗിക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. പീസ് റേറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ഡിറ്റർമൈൻ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ പീസ് റേറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് വെയർ ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ക്യാൻ ബി മെഷേർഡ്, വർക്ക് ഈസ് ഓഫ് റിപ്പീറ്റേറ്റീവ് നേച്ചറുള്ള വർക്കുള്ള സ്ഥലങ്ങളിൽ, ഔട്ട് വർക്കേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ, ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ, ഔട്ട്പുട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പീസ് വേജ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ പീസ് വേജ് സിസ്റ്റം. അഡ്വാൻറ്റേജസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം എന്താണ്? ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ വർക്കേഴ്സ്. ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓർ ജോബ് ഈസിലി ഡിറ്റർമൈൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇത് ഇൻസെൻറ്റീവ്സ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി നമുക്ക് മാക്സിമം ഇൻക്രീസ് ചെയ്ത് കിട്ടും. കാരണം പ്രോഡക്റ്റിനനുസരിച്ചാണല്ലോ പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ വർക്കേഴ്സിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടുതലായിരിക്കും. ദെൻ ലെസ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ് ഓവർ വർക്കേഴ്സ്. വർക്കേഴ്സിന് സൂപ്പർവിഷൻ ക്ലോസ് ഓർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വേണ്ട. ഇവിടെ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഓൺലി ലെസ് സൂപ്പർവിഷൻ ഈസ് നീഡഡ്. ഐഡിൽ ടൈം വിൽ ബി റെഡ്യൂസ് ടു ദ മിനിമം. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ പീസ് വേജ് സിസ്റ്റം. ദെൻ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് മിനിമം വേജ് ഒന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് ആൻ ഇക്വിറ്റബിൾ പീസ് റേറ്റ്. ദർ മേ ബി മോർ സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ പീസ് വേജ് സിസ്റ്റം. ദെൻ ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്? സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം, ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ഗ്രൂപ്പ് പീസ് റേറ്റ്. പീസ് റേറ്റ് സിസ്റ്റം 4 തരത്തിലാണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് പീസ് റേറ്റ്, ദെൻ പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ഗ്രൂപ്പ് പീസ് റേറ്റ്. എന്താണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം? സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ ദിസ് സിസ്റ്റം പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സഡ് എമൗണ്ട്. അതായത് ഒരു ഫിക്സഡ് എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് സ്ട്രെയിറ്റ് പീസ് റേറ്റിൽ കൊടുക്കുന്നത്. അതായത് റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും. സോ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് എന്ന് മതിയാവും. ദെൻ ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ഡിഫറൻസസ്. വേജസ് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആണ് ടൈം റേറ്റ് സിസ്റ്റത്തിൽ. പീസ് റേറ്റ് സിസ്റ്റത്തിൽ വേജസ് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് ദ എഫിഷ്യൻസി ഇൻ ടൈം റേറ്റ്. പക്ഷേ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ എഫിഷ്യൻസി. ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഹൈ ആയിരിക്കും ടൈം റേറ്റ് സിസ്റ്റത്തിൽ, പീസ് റേറ്റ് സിസ്റ്റത്തിൽ ലോ ആയിരിക്കും. വേസ്റ്റേജ് ലെസ് ആണ് ടൈം റേറ്റ് സിസ്റ്റത്തിൽ, ബട്ട് പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഹൈ ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെഷീനറി ഈസ് possible. Close supervision is needed for time rate system, but less supervision is needed for piece rate system. Maintenance ആണെങ്കിലോ cost of maintenance is low in time rate, പക്ഷേ cost of maintenance is high in piece rate. So important incentive wage plans, individual incentive plans ഏതൊക്കെയാണ്? ഹാൽസയുടെ പ്രീമിയം പ്ലാന് ആൻഡ് ഹാൽസെ വെയർ പ്ലാൻ, റോവൻ പ്രീമിയം പ്ലാൻ, Taylor's differential piece rate system, Merrick's multiple piece rate system, Gantt tax and bonus plans, Emerson efficiency plan, Bedes point scheme, Haynes plan and accelerated premium plan. So ഇത്രയും ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് ആണ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഹാൽസെ പ്രീമിയം പ്ലാനും റോവൻ പ്രീമിയം പ്ലാനും ആണ്. ദെൻ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് റോവൻ പ്ലാന് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ റോവൻ പ്രീമിയം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡേവിഡ് റോവൻ. ഡേവിഡ് റോവൻ ആണ് ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പ്ലാൻ പ്രകാരം വർക്കേഴ്സ് വെറ്റ് വേജസ് ഫോർ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ആൻഡ് എ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. സോ ആക്ച്വൽ അവർ വർക്ക് ചെയ്ത ടൈമിന് അവർക്ക് വേജസും കിട്ടും, പ്ലസ് അവർക്ക് ബോണസ് കിട്ടും എത്രത്തോളം ടൈം അവർ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ അണ്ടർ ദിസ് മെത്തേഡ് ബോണസ് ഈസ് ദാറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേജസ് ഫോർ ദ ടൈം ടേക്കൺ വിച്ച് ദ ടൈം സേവ്ഡ് ബിയേഴ്സ് ടു സ്റ്റാൻഡേർഡ് ടൈം. സോ ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ
സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ്. ടൈം സേവ്ഡ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും ടൈം മൊത്തം ഒരു സ്റ്റാൻഡേർഡ് ടൈം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ടൈം ടേക്കൺ മൈനസ് ചെയ്തിട്ട് അതേ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ് ഇസ് ഈക്വൽ ടു അവർലി റേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ബോണസ് ആണ്. സോ വേജ് ഇസ് ഈക്വൽ ടു എന്താ? ടി ഇൻറ്റു ആർ. സോ ഇങ്ങനെയാണ് റോവൻ പ്രീമിയം പ്ലാൻ കണ്ടുപിടിക്കുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഗ്യാരണ്ടി മിനിമം വേജ് ആൻഡ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ഫോർ എഫിഷ്യൻസി. ഇറ്റ് ഈസ് മോർ ലിബറൽ ആൻഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. എഫിഷ്യൻസി കൂടുന്തോറും നമുക്ക് ഓവർഹെഡ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മോർ ബോണസ് അപ് ടു 50% of the standard time. Thereafter the incentive gradually declares. So then അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എമേർഷൻ എഫിഷ്യൻസി പ്ലാൻ ആണ്. എമേർഷൻ എഫിഷ്യൻസി പ്ലാനിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ whenever a worker's efficiency rate reaches 67%, he gets an bonus. Up to 67% efficiency, the workers are determined by dividing the time taken by the standard time minus rate. Up to 100 efficiency, 20% of the bonus is paid to workers. An additional bonus of 1% is added for each additional 1% efficiency. So, എമേർഷൻ എഫിഷ്യൻസി ബോണസ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ദെൻ ഹാൽസെ പ്രീമിയം പ്ലാൻ എങ്ങനെയാണ്? ഹാൽസെ പ്രീമിയം പ്ലാൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ F.A. Halsey, American engineer. Under this system, a standard time is fixed for a job. Workers are required to complete the task within the time. The worker is paid wages for actual time taken. In addition, he is given bonus for the time saved. The amount of bonus is 50% of time saved. സോ അതുകൊണ്ട് തന്നെ ഹാൽസെ പ്ലാന് നമുക്ക് രണ്ട് പേരിട്ട് വിളിക്കാം. എന്താണ്? 50-50 പ്ലാൻ, അല്ലെങ്കിൽ ഇതൊരു സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ എന്നും പറയാറുണ്ട്. സോ ഒരു സ്റ്റാൻഡേർഡ് ടൈം നിശ്ചയിക്കും. ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം? വർക്കേഴ്സിന് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വർക്കർ ഈസ് പെയ്ഡ് വേജസ് ഫോർ ദ ആക്ച്വൽ ടൈം ടേക്കൺ. ആക്ച്വൽ ടൈം ടേക്കൺ എങ്ങനെയാണോ അതിനനുസരിച്ച് വർക്കറിന് വേജസ് കൊടുക്കും. അതുകൂടാതെ ഗിവ് ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. ടൈം സേവ്ഡ് നമ്മൾ ടൈം സേവ്ഡ് കണ്ടുപിടിക്കണത് എങ്ങനെയാ പറഞ്ഞേ? ആക്ച്വൽ ടൈം സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം ടേക്കൺ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സേവ്ഡ് ടൈം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ വർക്കർ ഈസ് പെയ്ഡ് വേജസ് ഇൻ അഡീഷൻ ഈസ് ഗിവൺ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. ദ എമൗണ്ട് ഓഫ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. അത് എത്ര ടൈം സേവ് ചെയ്തോ അതിന്റെ 50% ആയിരിക്കും ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഹാൽസെ പ്ലാനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? 50-50 പ്ലാൻ. സോ കൈൻഡ്സ് ഓഫ് ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനും ഉണ്ട്, അതുപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാനും ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാന് ബേസ്ഡ് ഓൺ ടൈമിന്റെ ബേസിൽ നടത്തുന്ന പ്ലാനുകളാണ് ഏതൊക്കെ? ഹാൽസെ പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ, ബീഡസ് പ്ലാൻ. അതിൽ നമുക്ക് പഠിക്കാനും പ്രോബ്ലം ചെയ്യാനുള്ളത് ഹാൽസെ പ്ലാനും റോവൻ പ്ലാനുമാണ്. ദെൻ അതുപോലെ ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി വരുമ്പോൾ ടൈലർ പ്ലാൻ, മെറിക് പ്ലാൻ, ഗാണ്ടർ പ്ലാൻ. സോ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്ലാനും പ്രോബ്ലം ചെയ്യാനുള്ള പ്ലാനും ഏതാണ്? ടൈലർ പ്ലാൻ ആണ്. ദെൻ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാനിൽ വരുന്നതാണ് എന്ത്? പ്രീസ്റ്റ് മാൻസ് പ്ലാൻ, പ്രോഫിറ്റ് ഷെയറിംഗ്, സ്കാൻലൻ പ്ലാൻ ഒക്കെ. സോ നമ്മളിപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനാണ് പഠിച്ചത്. എന്താണ് ഹാൽസെ പ്ലാൻ എന്നും എന്താണ് റോവൻ പ്ലാൻ എന്നും എന്താണ് എമേഴ്സൺ പ്ലാൻ എന്നും. സോ ഹാൽസെ പ്ലാനിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? 50-50 പ്ലാൻ അഥവാ സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ. എന്തുകൊണ്ടാ? അതായത് എമൗണ്ട് ഓഫ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് 50% ഓഫ് ദ ടൈം സേവ്ഡ് ആണ്. നമ്മൾ റോവൻ പ്രീമിയം പ്ലാനിൽ എന്താ പഠിച്ചത്? റോവൻ പ്രീമിയം പ്ലാനിൽ പഠിച്ചത് നമ്മൾ ബോണസിന്റെ എത്രയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. ബോണസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ് അല്ലേ. The bonus is that proportion of the wages for the time taken which the time saved be used to the standard time. അവിടെ സ്റ്റാൻഡേർഡ് ടൈമുമായിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ടൈം സേവ്ഡ് കണക്കാക്കുന്നത്. സോ ഹാൽസെ പ്ലാനും റോവൻ പ്ലാനും. ഇനി അതുപോലെ ഹാൽസെ പ്ലാനിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബോണസ് എങ്ങനെ കണക്കാക്കുന്നത്? R/S-T ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ടൈം സേവ്ഡ് ഇൻറ്റു R/50/100. ടി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ,
എസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം, ആർ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് വേജ് പേയ്മെന്റ്, ടോട്ടൽ ഏർണിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വേജസ് പ്ലസ് ബോണസ്. സോ ബോണസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആർ ഇൻറ്റു എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ഓർ ടൈം സേവ്ഡ് ഇൻറ്റു ആർ ഇൻറ്റു 50/100. അപ്പോൾ നമുക്ക് ബോണസ് കിട്ടും. ദെൻ വേജസ് എങ്ങനെയാ ടി ഇൻറ്റു ആർ ആണ്. ദെൻ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് പ്ലസ് ബോണസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏർണിങ്സ് കിട്ടും. സോ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഹാൽസേ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ടു ഇംപ്ലിമെന്റ്, ടൈം വേജസ് ഗ്യാരണ്ടീഡ് ആണ്, ഒരു ഇക്വിറ്റബിൾ മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ടൈം സേവ്ഡ് ഷെയർഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെന്റീവ് ടു വർക്ക് മോർ. ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. സോ ഇതിന്റെ രണ്ടിന്റെയും പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. I hope you understand the class today. So today we go through which topics? The topic of method of remuneration or method of wage payment, and it is two system for wage payment, that is time rate system and piece rate system. Then we go through what is time wage system, then what is piece wage system. Then we go through the differences of time wage system and piece wage system. Then incentive schemes, അതായത് പ്രീമിയം ബോണസ് പ്ലാൻസ് എന്തൊക്കെയാണ്. 2 types ഓഫ് പ്ലാൻസ് വരും, ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാൻസും ഗ്രൂപ്പ് പ്ലാൻസും. അതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് ഹാൽസേ പ്രീമിയം പ്ലാനും റോവൻ പ്ലാനും. സോ ഇതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. So this is the assignment for you today.